തമിഴ്നാട് സ്റ്റാലിൻ സർക്കാരുമായുള്ള തർക്കത്തിൽ ഗവർണർ രവിക്ക് വീണ്ടും തിരിച്ചടി. വൈസ് ചാൻസലർ യോഗത്തിൽ 1/3 പേർ മാത്രമാണ് പങ്കെടുത്തത്. മോശം പങ്കാളിത്തത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്ഭവൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അജ്ഞാതമായ കാരണങ്ങളാൽ അവരെല്ലാം ഹാജരായില്ല എന്നാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ എല്ലാ വിസിമാരും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നും 2022 ആരംഭിച്ചതിന് ശേഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും മോശം പങ്കാളിത്തമാണിത് എന്നും മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ സർവകലാശാലകൾക്കിടയിൽ അക്കാദമിക് സംവാദവും നൂതന ആശയങ്ങളും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വാർഷിക പരിപാടിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ സമ്മേളനം ദ്രാവിഡ മുന്നേറ്റ കഴകം നയിക്കുന്ന സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ദീർഘകാല പോരാട്ടത്തിലെ ഏറ്റവും പുതിയ ഒരു പൊട്ടിത്തെറിയായി മാറിയിരിക്കുന്നു. സർവകലാശാല കാര്യങ്ങളിൽ ഗവർണറുടെ പങ്കിനെ ചൊല്ലി സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിച്ചതിനെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ദുർബലപ്പെടുത്താൻ സംഘടിപ്പിച്ച പ്രതിസമ്മേളനമാണെന്ന് വിമർശകർ പറയുന്നതിനെതിരെ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ മോശം ഹാജർ നില.